എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. ഇന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ തീം. അപ്പോൾ ഈ ഒരു തീമിൻ്റെ റെലവൻസിനെ കുറിച്ചാണ് ഞാനും അവിടെ സംസാരിച്ച് തുടങ്ങിയത്. എനിക്ക് ഒരുപക്ഷെ ഇപ്പോഴും അത് തന്നെ പറയാമെന്നാണ് തോന്നുന്നത്. നമ്മൾ സാധാരണ ഫ്യൂച്ചറിനെ പറ്റി ആശങ്കയുള്ള ആൾക്കാരാണ് കൂടുതൽ. നമ്മുടെ ഭാവി എന്താകും, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താകും, നമ്മുടെ സമൂഹം എങ്ങനെ പുരോഗമിക്കും, ഇതൊക്കെ കരുതി വലിയ ആശങ്കകളുള്ള വലിയൊരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. രണ്ടാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം സാധാരണ ചെയ്യുന്നത് നമ്മൾ ഈ ഫ്യൂച്ചറിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആവശ്യമാണ്, അത് ഫൈനാൻഷ്യലായിട്ടുള്ള നമ്മുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു കരുതി വെക്കൽ എങ്ങനെയായിരിക്കണം, നമ്മളുടെ കുട്ടികളുടെ ഭാവി എങ്ങനെയായിരിക്കണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടെല്ലാം തന്നെ കരുതിയിരിക്കുക എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഐഡിയലായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇക്വിറ്റിയും ഇക്വാലിറ്റിയും ഒക്കെ കൊടുക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, അത് സസ്റ്റൈനബിളാക്കി എങ്ങനെ നിലനിർത്താം, ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് വളരെ ചെറിയൊരു വിഭാഗമാണ്. അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചറിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട തോട്ട്സ് ഒക്കെ പയനിയർ ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ ചുരുക്കം ചില വർഷങ്ങൾക്കുള്ളിൽ ജെയിൻ യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സെഷനുകൾക്കും ഇങ്ങനെയുള്ള പല ഇനിഷ്യേറ്റീവ്സുകൾക്കുമൊക്കെ പ്രാധാന്യമുണ്ടാകുന്നത്. ഇത് കേവലം സെഷനുകളിൽ മാത്രമല്ല, അവരുടെ DNA-യിൽ തന്നെ ഈ സസ്റ്റൈനബിലിറ്റിയും ഈ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള തോട്ട്സും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ സെഷൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു സംരംഭം ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ എന്ന രീതിയിലേക്കുള്ള ചിന്ത, അത് നമ്മുടെ നാട്ടിലുള്ള മറ്റ് സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് ക്യാമ്പസുകളെ ഒക്കെ തന്നെ ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഫ്യൂച്ചറിന് വേണ്ടി ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യുന്ന നിരവധി പരിപാടികളുമായിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റി നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്നും അത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്നും മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.